മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മെയിൽ ബോക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ മാർച്ചാണ് അല്ലേ? അതെ. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ചൂടത്ത് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും, പഠിപ്പിസ്റ്റുകളായിട്ട്. അതെ. പരീക്ഷാകാലമാണല്ലോ. അതെ. ചില അച്ഛനമ്മമാര് ലീവൊക്കെ എടുത്ത് മക്കളെ പഠിപ്പിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? ഈ ചൂടാണെങ്കിൽ 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ കൂടിക്കൂടി വരികയാണ്. അതെ, അസഹനീയമാണ് ചൂടിപ്പോ. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു AC ഫിറ്റ് ചെയ്താൽ എല്ലാ പ്രശ്നവും തീരുന്നു. അതെ. അങ്ങനെ കേരളത്തിൽ പല AC-കളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കേരളം ഒരു ചില്ല് കൊട്ടാരം പോലെ ആയി എന്നാണ് ഈ പരിസ്ഥിതിക്കാരൊക്കെ പറയുന്നത്. അതിൽ കുറച്ചൊക്കെ ഒരു സത്യമുണ്ട്. കാരണം ഇതിങ്ങനെ AC ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാർബൺ എമിഷൻ എന്ന് പറയും, കാർബൺ പുറത്തുവിടുന്ന പ്രക്രിയ അത് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് പിന്നെയും കൂടുന്നാ പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഉച്ചയ്ക്കൊക്കെ പ്രത്യേകിച്ച് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക. നന്നായി വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചൂട് കാലത്ത് പല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും ഈ റംസാന്റെ അല്ലെ നോമ്പിന്റെ അവരാ മാനസികമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ കരുത്തിന്റെ വെളിച്ചത്തിലാണ് അവര് ഈ ചൂടുകാലത്തും അതിനെയൊക്കെ പ്രതിരോധിച്ച് അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സുഹൃത്തുക്കൾക്കൊക്കെ ഒരിക്കൽ കൂടി ആശംസകൾ. ഏതായാലും നമുക്ക് ഈ തപാൽ പെട്ടി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇന്ന് ഏറ്റവും ആദ്യം നമുക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് പാറോപ്പടിയിൽ നിന്നും വർഗീസ് പി തോമസ്. നേരത്തെ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്തിരുന്ന വാർത്തകൾക്ക് മലയാളത്തിൽ വാർത്തകൾ എന്ന് പേരിട്ടിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ആ പേര് മാറ്റി ദേശീയ വാർത്തകൾ എന്നാക്കുന്നത് ഉചിതമായിരിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ പേര് മാറ്റിയാലും അതിന്റെ ഉള്ളിലുള്ള വാർത്തകളുടെ സ്വഭാവത്തിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരും അല്ലേ? സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ ന്യൂസ് യൂണിറ്റിലൊക്കെ വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അവർ പരിപാടികളുടെ പേരൊക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ഥിരമായിട്ട് ഇപ്പൊ പ്രാദേശിക വാർത്തകൾ അങ്ങനെയൊക്കെ ഓരോ പേരുകളാണ് നമ്മൾ മുമ്പ് തന്നെ കൊടുത്തിരുന്നത്. അപ്പൊ അതിൽ പെട്ടെന്നൊരു പേരുമാറ്റം എന്ന് പറയുന്നത് അവർ കൂടി അത് അംഗീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പേരുമാറ്റത്തില് അത്ര വലിയ കാര്യമുണ്ടോ ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് ഒരു വാട്സ്ആപ്പ് വോയിസ് നോട്ട് കേൾക്കാം. ഞാൻ മലപ്പുറം ജില്ല ഒളകരയിൽ നിന്നും പ്രജീഷ്. ആകാശവാണിയിലുള്ള എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുണ്ട്. ശ്രദ്ധ, സീനം സോങ്, പിന്നെ ഫോൺ പരിപാടി, എല്ലാ ഫോൺ പരിപാടികളും നന്നാവുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് പ്രജീഷാണ് അല്ലേ ഈ വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. ശ്രദ്ധ, അതുപോലെ തന്നെ ഫോണിൻ പരിപാടി, സീൻ ആൻഡ് സോങ് ഒക്കെ ഇഷ്ടമുള്ള ആളാണ് അല്ലേ? ഇങ്ങനത്തെ പല പരിപാടികളും ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. പിന്നെ കുറച്ച് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലുള്ള എന്റർടൈൻമെന്റ് പരിപാടി, വിനോദ പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പലതരത്തിലുള്ള ശ്രോതാക്കളാണല്ലോ. ചിലർ വളരെ സീരിയസ് ആയിരിക്കും, ചിലർ അങ്ങനെയല്ല കുറച്ചൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി കേൾക്കുന്ന ആൾക്കാർ. അപ്പൊ ബഹുജനം പലവിധം എന്നല്ലേ? ബഹുജന ഹിതായ ബഹുജന സുഖായ, അതാണ് നമ്മുടെ ആപ്തവാക്യം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും രസിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരു കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് നരിക്കുനിയിൽ നിന്നും മുംതാസ് റഷീദാണ്. അവര് പറയുന്നത്, കാവ്യാഞ്ജലിയിൽ തെറ്റുകൾ ഇടയ്ക്കിടെ വരുന്നുണ്ട്. വരികൾ ഒഴിവാക്കിയും ഇടയ്ക്ക് വിട്ടുപോകുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം കേട്ട കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിൽ ഈ വരികളില്ല എന്ന് പറഞ്ഞ് അവര് 2-3 വരികൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ശ്ലോകത്തിലെ അവസാന പാദം മാത്രമാണ് പാടിയത്. അതുപോലെ ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകിയും തെറ്റായാണ് പാടിയത് എന്നാണ് മുംതാസ് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ പലപ്പോഴും ഈ പ്രിന്റഡ് ബുക്ക് എന്നാണ് നമ്മൾ ഈ കവിതകൾ കൊടുക്കാറ്. ഇനിയിപ്പോ ഈ പ്രിന്റഡ് ബുക്കിലൊക്കെ എന്തെങ്കിലും കാരണവശാൽ അത് ചില ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സാധാരണയായിട്ട് ഇതിന്റെ സമ്പൂർണ്ണ കൃതികളോ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പൊ അതില് അവര് എന്തെങ്കിലും രീതിയിൽ അത് സെലക്ട് ചെയ്തപ്പോഴോ വന്ന എന്തെങ്കിലും തെറ്റുകളായിരിക്കാം. സാധാരണ അങ്ങനെ ഒരു തെറ്റുകളൊന്നും ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ഇപ്പൊ ഈ കാര്യം വളരെ നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കാം. എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താം. ഏതായാലും ഇങ്ങനൊരു കാര്യം ശ്രദ്ധപ്പെടുത്തിയതിന് മുംതാസ് റഷീദിനോട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച ഇന്നത്തെ ആദ്യത്തെ കോളറെ വിളിക്കാം. വെരി ഗുഡ് മോർണിംഗ്, മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആര്യലക്ഷ്മി. സ്ഥലം എവിടെയാണ് ആര്യലക്ഷ്മി? എലത്തൂര്. പറയൂ, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ.
നല്ല പരിപാടിയാണ്, ഉം. ഇപ്പോഴും കേൾക്കാറുണ്ട്. ആഹാ. ആര്യലക്ഷ്മി എന്ത് ചെയ്യാണ്, പഠിക്കുകയാണോ? അതെ, സ്കൂളിലാണോ കോളേജിലാണോ? സ്കൂളില്. അപ്പൊ സ്കൂളിൽ പോകുന്നതിന് മുൻപ് രാവിലെ തന്നെ റേഡിയോ ഓൺ ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഉറങ്ങുമ്പോ വെച്ചിട്ടുണ്ടാവും. അതെയോ, ഓക്കേ. ശരി, പറയൂ, ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട പരിപാടികൾ, എന്തൊക്കെയാണ് പരിപാടികളെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ? ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഇഷ്ടഗാനങ്ങൾ കേൾക്കാറുണ്ട്, പിന്നെ സംഭാഷണമൊക്കെ കേൾക്കാറുണ്ട്. ആഹാ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ പരിപാടികളെ കുറിച്ച്? നിർദ്ദേശങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 9th സ്റ്റാൻഡേർഡിലാണ്. ഓക്കെ. അപ്പോൾ 9ാം ക്ലാസ്സുകാരിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ ആകാശവാണിയിലെ പരിപാടികളെ കുറിച്ച്? അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഇന്ന പരിപാടികളൊക്കെ തുടങ്ങണം എന്നോ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നോ ഒക്കെ ആഗ്രഹമുണ്ടോ? എന്താണ്? അങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ ഉള്ള പരിപാടികളൊക്കെ സൂപ്പറാണ് അല്ലേ? ഇപ്പൊ ഉള്ളതൊക്കെ നല്ല പരിപാടിയാണ്, എല്ലാവർക്കും ഇതേപോലെ ഏത് പ്രായക്കാർക്കും വേണ്ട എല്ലാ പരിപാടികളും ഇപ്പൊ നമുക്കുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വിളിച്ചതിനും അഭിപ്രായങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ് കേട്ടോ. ഇനിയും വിളിക്കണേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ 9ാം ക്ലാസ്സുകാരിക്ക് റേഡിയോട് വലിയ ഇഷ്ടമാണ് അല്ലേ? അതെ അതെ, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു 9ാം ക്ലാസ്സുകാരി മെയിൽ ബോക്സിലേക്ക് വിളിക്കുന്നത്. സാധാരണ നമ്മൾ പറയാറുള്ളത് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് കേൾക്കുന്നത്. ഇനി പഠിത്തമൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പരിപാടി കേൾക്കണം നമുക്ക് പറയാനും പറ്റില്ല. ഈ റേഡിയോ ശ്രദ്ധിച്ചത് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിജ്ഞാനം കൂടുകയാണ് പതിവ്. പക്ഷെ നമ്മുടെ പഠിത്തം ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിയും ചെയ്യരുത്. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരു ഫോക്കസ് എപ്പോഴും വേണ്ടത് നിങ്ങളുടെ പഠിത്തത്തിൽ തന്നെയാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂറോ പരിപാടികൾ കേൾക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. അങ്ങനെ കേട്ടാൽ മാത്രമേ പലപ്പോഴും നമുക്ക് നമ്മുടെ വിജ്ഞാനം വർദ്ധിക്കുകയുള്ളൂ. അതെ. ഇനി നമുക്ക് അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് കരുവള്ളിക്കുന്നിൽ നിന്നും സത്യൻ നായർ. പ്രിയപ്പെട്ട മെയിൽ ബോക്സിന്, പ്രിയഗീതം പരിപാടിയിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രശ്നോത്തരി ഉൾപ്പെടുത്തിയാൽ ഒരു വ്യത്യസ്തത ഉണ്ടാകുമായിരുന്നു. ഇതിന് ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ് സത്യൻ നായർ. ഈ പ്രശ്നോത്തരിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന ഒന്നാമത് അരമണിക്കൂറെങ്കിലും വേണം. പല ടീമുകളെയൊക്കെ നമ്മൾ ഒന്നുകിൽ സ്റ്റുഡിയോയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരോട് ഫോണിൽ കൂടെ തന്നെ ചോദിക്കണം. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു പ്രശ്നം ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ ഉള്ള ഈ യുഗത്തില് പലപ്പോഴും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഈ നെറ്റ് നോക്കിയിട്ടൊക്കെ ഉത്തരം പറയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ടെലിഫോൺ ലൈനിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ലൈവായിട്ട് അതൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെയധികം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചെയ്യാവുന്നത് നമ്മൾ സ്റ്റുഡിയോയിൽ കുട്ടികളെ വിളിച്ചു വരുത്തിയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ പലപ്പോഴും ഇത് ഈ മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലൊക്കെ എല്ലാവരും പരീക്ഷയുടെ തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയാത്തത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു വാട്സ്ആപ്പ് വോയിസ് നോട്ട് കേൾക്കാം. മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പ പന്താവൂർ. 3/3/25 ശ്രദ്ധ ഏറെ ശ്രദ്ധേയമായി. SSLC +2 പരീക്ഷകൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യ ദിനത്തിൽ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് മണിയൂർ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ സിറാജുദ്ദീൻ എം കുട്ടികളും മാതാപിതാക്കളും പരീക്ഷാകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് CRC കേരള ഡയറക്ടർ ഡോക്ടർ റോഷൻ വിജിലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ച ശ്രദ്ധ ഏറെ ഉപകാരപ്രദമായി. മഹാകവി കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിത K. ഗിരിജാവർമ്മ ആലപിച്ചതും അന്നത്തെ കാവ്യാഞ്ജലിയെ ധന്യമാക്കി. ആശംസകൾ. മലപ്പുറത്തുനിന്ന് കുഞ്ഞിപ്പ പന്താവൂർ അല്ലേ? അതെ അതെ. തീർച്ചയായിട്ടും ഈ ശ്രദ്ധയൊക്കെ ഒരു കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ രാവിലെ ചർച്ച ചെയ്യാറുള്ളത്. കുട്ടികളുടെ പരീക്ഷക്കാലമാണല്ലോ, അതുകൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും പൊതുസമൂഹവും ഒക്കെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ശ്രദ്ധയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറ്. അതുപോലെ തന്നെ കാവ്യാഞ്ജലിയും ഇദ്ദേഹത്തിന് ഇഷ്ടമായി എന്ന് അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അടുത്തത് ഒരു കത്താണ് അയച്ചിട്ടുള്ളത് കടലുണ്ടിയിൽ നിന്നും KP സഹദേവൻ. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ചെറിയ ഫോണിലൂടെ FM നിലയത്തിലെ പരിപാടികൾ കേൾക്കും. എന്നാൽ ഫോണിൻ പരിപാടികൾ എനിക്ക് കിട്ടാറില്ല. ഇഷ്ടപ്പെടുന്ന പല ചലച്ചിത്ര ഗാനങ്ങളും ആവശ്യപ്പെടാൻ ആഗ്രഹമുണ്ട്. പല ശ്രോതാക്കളും ഇന്നലെ തത്സമയ ഫോണിൽ കേട്ട അതേ ഗാനങ്ങൾ ഇന്നും ആവശ്യപ്പെടുന്ന പ്രവണതകളുണ്ട്. ആവർത്തന വിരസത എനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ് KP സഹദേവൻ അറിയിച്ചിട്ടുള്ളത്. ശ്രീ സഹദേവൻ പറഞ്ഞ കാര്യം ശരിയാണ്. ചില പാട്ടുകളെങ്കിലും പലപ്പോഴും ആവർത്തിച്ച് വരാറുണ്ട്. പക്ഷെ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഒരു പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചാൽ പിന്നെ അവർ അത് തന്നെ പറയും. അതിപ്പോ
ഓരോരുത്തരുടെയും ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതെ. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു അഭിരുചിക്ക് അനുസരിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഫോൺ പരിപാടിയിൽ ആകാശവാണിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം അത് ആൾക്കാരുടെ ഇഷ്ടഗാനങ്ങളാണല്ലോ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. പിന്നെ വിളിച്ച് കിട്ടാത്തതിന് കാരണം എന്താന്ന് അത് വിളിച്ച് കിട്ടിയവരോടൊക്കെ ചോദിക്കേണ്ടി വരും അല്ലേ, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ആരാണ് ആദ്യം ഫോൺ ചെയ്യുന്ന അയാൾക്ക് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഈ റിസർവേഷൻ ഒക്കെ ഉണ്ടല്ലോ ട്രെയിനിലെ, അതുപോലെയാണ്. എനിക്ക് ആദ്യം വിളിക്കുന്ന ആൾക്ക് ആദ്യം കിട്ടിയെന്ന് വരും, രണ്ടാമത് വിളിക്കുന്ന ആൾക്ക് രണ്ടാമത്, അങ്ങനെയാണ് അതിന്റെ ഒരു സംവിധാനം. അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് മാത്രമേ പറയാറുള്ളൂ, എപ്പോഴെങ്കിലും കിട്ടാതിരിക്കില്ല. അതെ. ഇനി നമുക്ക് അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് തൃക്കാക്കരയിൽ നിന്നും മൊയ്തീൻ കുഞ്ഞ്. അദ്ദേഹം റംസാൻ മൊഴികൾ എന്ന പരിപാടിയെ കുറിച്ചാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പിന്റെ ഗുണം ലഭിക്കില്ല. ശരീരത്തോടൊപ്പം മനസ്സും ശുദ്ധമാക്കി ദൈവഭയത്തോടെ അനുഷ്ഠിച്ചാലേ നോമ്പ് യാഥാർത്ഥ്യമാകൂ. 13-ാം തീയതിയിലെ അബ്ദുൾ ജലീൽ മദനി അവതരിപ്പിച്ച റംസാൻ മൊഴികൾ ശ്രദ്ധേയമായി എന്ന് അറിയിച്ചിട്ടുണ്ട് മൊയ്തീൻ കുഞ്ഞ്. തീർച്ചയായിട്ടും അത് നമുക്ക് ഈ നോമ്പ് പലപ്പോഴും നമ്മൾ എടുക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു കരുത്തുകൊണ്ടാണ്. അത് അദ്ദേഹം പറഞ്ഞു 100% ശരിയാണ്. നമുക്ക് ആ ഒരു നല്ല കർമ്മങ്ങള്, നല്ല പ്രവൃത്തികള്, നല്ല വാക്കുകള്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ അതിന്റെ ഒരു ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ കഴിയുള്ളൂ. അതെ. ഇനി നമുക്ക് ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച ഒരു ശ്രോതാവിനെ കൂടെ വിളിക്കാം. ഗുഡ് മോർണിംഗ്, മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. മെയിൽ ബോക്സിൽ നമ്മുടെ അടുത്ത കോളറുടെ പേര് പറയൂ. എന്റെ പേര് ഗോപിനാഥൻ. എവിടെയാണ്? പാലേരി, കുറ്റ്യാടിക്കടുത്ത്. പാലേരി. ഓക്കെ, പറയൂ നമ്മുടെ പരിപാടികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. ഞാൻ സാധാരണയായിട്ട് പാട്ട് കേൾക്കുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാധ്യമം ആകാശവാണി റേഡിയോ ആണ്. കാരണം കുട്ടിക്കാലത്ത് തന്നെ ആ റേഡിയോ കേട്ടിട്ടുള്ള ഒരു ശീലം നമ്മളെ ഈ പാട്ടും അതുപോലെ കവിതകളൊക്കെ ആയിട്ട് വല്ലാണ്ട് ബന്ധിച്ചിട്ട് ഉള്ള ഒരു അവസ്ഥയുണ്ട്. അന്നു മുതലുള്ള റേഡിയോയുടെ ചങ്ങാത്തം ഇന്നും ഈ 72-ാം വയസ്സിലും തുടരുന്നു എന്നുള്ളതാണ് അറിയിക്കാനുള്ള ഒരു സന്തോഷ വാർത്ത. തീർച്ചയായിട്ടും. ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ്? ഞാൻ സാധാരണയായിട്ട് കേൾക്കുന്നത് സിനിമാ ഗാനങ്ങൾ തന്നെയാണ്. മുമ്പൊക്കെ കച്ചേരി കേൾക്കുകയായിരുന്നു രാത്രി. ഇപ്പൊ രാത്രി കച്ചേരി കേൾക്കുന്ന ഒരു ശീലം വിട്ടുപോയി, കാരണം ചില ആ സമയത്ത് മറ്റു ചില പരിപാടികൾ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ നമ്മുടെ പരിപാടികളെ കുറിച്ച്? പരിപാടികളുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാല് ഇപ്പം ഇഷ്ടംപോലെ ഗാനങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംതൃപ്തനാണ്. ഈ ഇന്നത്തെ രീതിയിലുള്ള പരിപാടികൾ. പിന്നെ ഈ കച്ചേരി കേൾക്കാനുള്ള ഒരു അവസരം രാത്രി 9 മണിക്കൊക്കെ ശേഷമല്ലേ, പക്ഷെ അത് നമുക്ക് പറ്റില്ല. അത് നമുക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പകൽ സമയത്ത് കച്ചേരി ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോ എന്തായാലും വളരെ സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. ഇനിയും ഇതുപോലെ മെയിൽ ബോക്സിലേക്ക് വിളിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു. സംഗീത കച്ചേരികളുടെ പ്രക്ഷേപണ സമയം എന്ന് പറയുന്നത് രാത്രി 9:30 കാരണം ആ സമയമാകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അന്തരീക്ഷം വരിക എന്നാണ് പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അങ്ങനെ പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ സമയത്ത് ഇദ്ദേഹത്തിന് കേൾക്കാൻ കഴിയാത്തതെന്ന് അദ്ദേഹം എഴുതിയിട്ടില്ല. നമ്മുടെ മറ്റ് ജോലികളൊക്കെ കുറച്ച് മാറ്റിവെച്ച് പാട്ടിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ മെയിൽ ബോക്സ് തൽക്കാലത്തേക്കൊന്ന് പൂട്ടി വെക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഉത്തരേന്ത്യയിലൊക്കെ 2 ദിവസം മുന്നേക്കെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം നടക്കുകയായിരുന്നു. എന്താണെന്നറിയോ? ഹോളി. അരയന്നങ്ങളുടെ വീട് എന്ന് പറയുന്ന സിനിമയിലൊരു ഹോളിയെ കുറിച്ചൊരു പാട്ടൊക്കെ ഉണ്ട്. മാത്രമല്ല ഹോളി കോഴിക്കോടും ഉണ്ട്. നമ്മൾ വൈകുന്നേരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗുജറാത്തി സ്ട്രീറ്റിലൊക്കെ പല കളറുകളൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കും. കോളേജുകളിലും സ്കൂളിലൊക്കെ സ്കൂളുകളിലൊക്കെ പിന്നെ പറയണ്ട, ഇങ്ങനെ പലതരത്തിലുള്ള പൊടികളൊക്കെ വർണ്ണ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുക. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കാനും നിത്യജീവിതത്തിലുള്ള നമ്മുടെ സമ്മർദ്ദങ്ങളൊക്കെ അകറ്റാനും വേണ്ടിയിട്ടാണ് ഇത്തരം ആഘോഷങ്ങൾ. അപ്പൊ ക്ലോസിംഗ് അനൗൺസ്മെന്റ് ഒന്ന് പറഞ്ഞൊരു ഹാപ്പി ഹോളിയും കൂടെ പറഞ്ഞ് നമുക്ക് ഗുഡ് ബൈ പറഞ്ഞാലോ? പറയാം. നിങ്ങൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കാനുള്ള അല്ലെങ്കിൽ വാട്സ്ആപ്പ് വോയിസ് നോട്ടുകളായും ഹായ് മെയിൽ ബോക്സ് എന്ന മെസ്സേജും അയക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 9400224440. വിലാസം സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഹോളി. മാത്രമല്ല അടുത്ത മെയിൽ ബോക്സ് തുറക്കുന്നത് വരെ ഗുഡ് ബൈ പറയുന്നു കൃഷ്ണകുമാർ, രേവതി. ഗുഡ് ബൈ. മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.